RSSന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിലെ 5 സർവകലാശാല വിസിമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, കേന്ദ്ര, കുഫോസ് വിസിമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. സമ്മേളനത്തിൽ RSS തലവൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. സിജോ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വിശദാംശങ്ങൾ. വിദ്യാഭ്യാസ നയം അപ്പാടെ മാറ്റി RSS ആശയങ്ങൾ പ്രചരിപ്പിച്ച് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് RSS നടത്തുന്നത് എന്നുള്ള ഒരു വിമർശനവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതേ തുടർന്നുള്ള വിവാദങ്ങളും നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. അതായത് ശിക്ഷാ സംസ്കൃത ഉദ്യാൻ ന്യാസ് ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരിയുടെ വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളത്തിൽ നാളെ മുതൽ 4 ദിവസങ്ങളായി നടക്കുന്ന ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള 5 സർവകലാശാല വിസിമാർ പങ്കെടുക്കുമെന്നാണ് ഔദ്യോഗികമായി തന്നെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, സെൻട്രൽ, കുഫോസ് വിസിമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ ഒരു അവകാശവാദം. വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിൻ്റെ പേരിലാണ് ഈ ഇത്തരത്തിലൊരു ജ്ഞാനസഭ എന്ന പേരിലൊരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെ മുതൽ 4 ദിവസങ്ങളിലാണ് കൊച്ചിയിൽ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. RSS തലവൻ മോഹൻ ഭാഗവത് ആദ്യം മുതൽ അവസാനം വരെ ഈ യോഗത്തിൽ ഈ സമ്മേളനങ്ങളിലെല്ലാം തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, അത് പരമ്പരാഗത വിജ്ഞാന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയായിരിക്കണം എന്നുള്ള ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജ്ഞാനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഗവർണറോ സർക്കാരോ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു സമ്മേളനമാണ് എങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. മറ്റ് ഒരു സംഘടന ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുന്നു, അതിൽ പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചില വിസിമാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു ആശയ പ്രചരണം RSS ഈ വിദ്യാഭ്യാസ കലാലയ സ്ഥാപനങ്ങളിലൂടെ നടത്താൻ ശ്രമിക്കുന്നതിൻ്റെ പേരിലുള്ള വിവാദങ്ങളും ഒപ്പം തന്നെ അതിനെ തുടർന്നുള്ള ചില വിമർശനങ്ങളും എല്ലാം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം സംഘാടകർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അമൃത. ശരി, സിജോ വർഗീസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.